ഇവിടെ ഒരു പയ്യൻ അവൻ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ റൂമിൽ നിന്നും കിട്ടിയ ഒരു ടോയ് എടുത്ത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഒളി ക്യാമറ വെച്ചിരിക്കുന്നത് കാണുന്നു. ഉടനെ അവൻ അതെടുത്ത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ആ ഹെഡ് മാസ്റ്ററുടെ പ്രൈവറ്റ് വീഡിയോ ഉണ്ടായിരുന്നു. സോ അവൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്യുന്നു. ഇതറിഞ്ഞതും കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം അവനെ പ്രശംസിക്കുന്നു. പക്ഷേ ഹെഡ് മാസ്റ്റർ അറിഞ്ഞതോടെ അവനെ കോളേജിൽ നിന്നും പുറത്താക്കുന്നു. അതിനുശേഷം അവനൊരു ഇന്റർനെറ്റ് കഫേയിൽ ജോലിക്ക് കയറുന്നു. എന്നാൽ ആ കഫേയുടെ ഓണർ അവൻ ചെറിയ പയ്യനായതുകൊണ്ട് സാലറി കൊടുക്കാതെ പറ്റിക്കാൻ നോക്കുന്നു. ഉടനെ ആ പയ്യൻ അവന്റെ ഫോൺ യൂസ് ചെയ്ത് അവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടറും ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ ആ ജോലിയും പോയ സ്ഥിതിക്ക് വേസ്റ്റ് കൊണ്ടുപോകുന്ന ജോലിക്ക് കയറുന്നു. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാക്കിംഗ് കോമ്പറ്റീഷനിലെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്നു. അവനും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിനായി പോകുന്നു. സോ അത് നടത്തുന്ന ഓണർ അവരുടെ 10 ലെയർ സെക്യൂരിറ്റിയെ ഒരാൾക്കും ഹാക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് ചലഞ്ച് ചെയ്യുന്നു. ഇനി ആരെങ്കിലും അത് ബ്രേക്ക് ചെയ്താൽ മില്യൺ കണക്കിന് പണം റിവാർഡായി തരുമെന്ന് പറയുന്നു. അതിനുശേഷം കോമ്പറ്റീഷൻ തുടങ്ങിയതും പങ്കെടുത്ത 3/4 പേരും പുറത്തു പോകുന്നു. അതേസമയം ഇവന് ഓരോ ലെയറും ബ്രേക്ക് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അവസാനത്തെ ലെയർ മാത്രം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം 3 മിനിറ്റിൽ ഇനി അത് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി അവൻ തോൽവി സമ്മതിക്കുന്നു. പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചർ വന്ന് അവനെ ഹെൽപ്പ് ചെയ്തതും ആ കോമ്പറ്റീഷനിൽ അവൻ വിൻ ചെയ്യുന്നു.